ഹൈ ഗായ്സ്, വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും നീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടിരിക്കും. ഇനി നെക്സ്റ്റ് എന്ത് എന്ന് അറിയാതിരിക്കും. കുറേ ആൾക്കാർക്ക് മാർക്ക് കുറവായിരിക്കും. അതിലൊന്നും ടെൻഷൻ ആവേണ്ട. ചില ആൾക്കാർ ഇപ്രാവശ്യം ഗവൺമെൻറ് MBBS കോളേജിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ എന്തിനൊക്കെ അപ്ലൈ ചെയ്യണമെന്നാണ് നമ്മളിതിലൂടെ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് ഫസ്റ്റ് നമുക്ക് കട്ട് ഓഫ് ഏകദേശം പറയും. ഇപ്പോൾ UR അല്ലെങ്കിൽ EWSൻ്റെ അണ്ടറിൽ വരുമ്പോൾ കട്ട് ഓഫ് വരുന്നത് 230 ആണ്. 213 ആണ് വരുന്നത്. അത് ഫിസിക്കൽ ഡിസബിലിറ്റിയിലാവുമ്പോൾ 194, OBC 177, അവർക്കും 177, SC-കാർക്ക് 177, ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്ക് 64, ST-കാർക്ക് 177, ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്ക് 11. ഇത്രയും കട്ട് ഓഫ് നമ്മൾ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ് ഏതൊരു കുട്ടിക്കും ബാക്കി ഞാൻ പറയാൻ പോകണ ഏത് അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കൊടുക്കുക. പക്ഷേ അതിൽ കിട്ടും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ബാക്കി അത് നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഈ ഒരു കട്ട് ഓഫിനെക്കാട്ടിയും കൂടുതലില്ല ആർക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന അപ്ലിക്കേഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റിൽ അഥവാ സിയുടെ അണ്ടറിൽ നമ്മളിപ്പോൾ കേരളത്തിൽ ജനിച്ച് വളരുന്ന കുട്ടിക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാൻ 85% ചാൻസ് കൂടുതലാണ്. അതാണ് 85% MBBS നമുക്കിവിടെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ബാക്കി 15% ഓൾ ഇന്ത്യ കോട്ടയാണ്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. 85% MBBS നമുക്ക് CE വഴിയും ബാക്കി 50% MCC വഴി ഓൾ ഇന്ത്യ കോട്ടയിലാണ് കിട്ടുക. പിന്നെ BDS വരുന്നുണ്ട് അതിൻ്റെ അണ്ടറിൽ. പിന്നെ ആയുർവേദ, വെറ്ററിനറി, സിദ്ധ, യുനാനി, ഫിഷറീസ്, ഫോറസ്ട്രി, അങ്ങനെ ഇതിൻ്റെ അടിയിൽ ഏകദേശം 12 കോഴ്സുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. വേറെയും കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കൽ അലൈഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിയുടെ അണ്ടറിൽ ഇതിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല വിചാരിക്കണേ. അതിൽ നിങ്ങളെന്ന് വെച്ചാൽ മുന്നേ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി കൊടുത്തവരുണ്ടാവും. മെഡിക്കൽ അലൈഡ് വേണ്ടവർ മെഡിക്കൽ അലൈഡ് ആക്കി അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഓൾറെഡി മെഡിക്കൽ അലൈഡ് കൊടുത്തവർ ഒന്നും പേടിക്കണ്ട. ഇനിയിപ്പോൾ കറൻ്റ്ലി കീമിൻ്റെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. കീമിൻ്റെ അപ്ഡേഷൻസ് വന്നാൽ അതിലാദ്യം നിങ്ങളുടെ നീറ്റ് മാർക്ക് അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു കേരള റാങ്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അലോട്ട്മെൻറ്റ്സും ബാക്കി പ്രൊസീജിയേഴ്സും. ഒരു 5000 റുപ്പീസൊക്കെ പേ ചെയ്തിട്ട് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നടക്കാണ്ട് അതിന് ഇനിയും ടൈമുണ്ട്. നിങ്ങൾക്ക് എന്ത് അപ്ഡേഷൻസ് വേണമെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഞങ്ങൾ എല്ലാ അപ്ഡേഷൻസും അപ് ടു ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടാൽ എല്ലാം മനസ്സിലാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫർദർ ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബാക്കി അപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണേ. സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ 85% MBBS, ബാക്കി ഇത്രയും കോഴ്സുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിനേലും നമ്മൾ കേരളത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, സിയുടെ സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ആ ടൈം ആകുമ്പോൾ അത് അപ്ലൈ ചെയ്യണം. അതിൻ്റെ ടൈമിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യണം, എത്ര രജിസ്ട്രേഷൻ ഫീ എല്ലാം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അടുത്ത് നമ്മൾ പറയാൻ പോണത് ഓൾ ഇന്ത്യയിൽ MCCയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓൾ ഇന്ത്യയിൽ MCCയുടെ അണ്ടറിൽ MBBS, BDS, BSc നഴ്സിംഗ്, ഇത് മൂന്നും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് MCCയുടെ അണ്ടറിൽ. നല്ല ഏതൊരു കുട്ടിയും ഫസ്റ്റ് നോക്കി MBBS, BDS, BSc നഴ്സിംഗ് ആ ഒരു സാധനങ്ങളാണ്. പിന്നെ നമ്മൾ വരികയാണെങ്കിൽ എയിംസ്, ജിപ്മർ, AFMC, എസിക്ക്. എസിക്ക് പറയുമ്പോൾ എന്താ വിചാരിക്കുന്നുണ്ടാവും, എസിക്ക് ഹൈദരാബാദ്, അത് പാരൻസിൻ്റെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് എസിക്ക്. AFMC എന്ന് പറയുമ്പോൾ ആംഡ് ഫോഴ്സിക്ക് ഇല്ലതാണ്. ജിപ്മർ പിന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഏതൊരു നീറ്റ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടിക്കും ജിപ്മർ, എയിംസ് അറിയാതിരിക്കില്ല. അവിടേക്ക് വേണ്ട MBBSനും BDSനും നമ്മൾ MCC വഴി തന്നെയാണ് അപ്ലൈ ചെയ്യുക. അല്ലാതെ എയിംസും മുമ്പൊക്കെ എയിംസിക്കും ജിപ്മറിക്കും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എയിംസ്, ജിപ്മറിക്കിൽ എന്താ പറയുക, MBBS, BDSനൊക്കെ MCC അണ്ടറിൽ തന്നെയാണ് അപ്ലിക്കേഷൻ. ഇനി വേറെ ഒരു ഇത് വരുന്നത് ആയുഷാണ്. ആയുഷ് എന്ന് പറയുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിൽ ഏതിലേലും അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ MCCയിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, സെപ്പറേറ്റ് ആയുഷിൻ്റെ അപ്ലിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഓൾ ഇന്ത്യയിൽ MCCയുടെ അണ്ടറിൽ ആകെ എത്ര കോഴ്സേ കിട്ടുള്ളൂ. ആയുഷിൻ്റെ അണ്ടറിൽ ആയുർവേദ, യുനാനി, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ കിട്ടും. പിന്നെ വെറ്ററിനറി VCIൻ്റെ അണ്ടറിൽ. പിന്നെ ജിപ്മറിൽ നഴ്സിങ്ങിനും അലൈഡ് കോഴ്സിനും സെപ്പറേറ്റ് അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ജിപ്മറിൽ നിങ്ങൾക്ക് നഴ്സിങ്ങോ അലൈഡ് കോഴ്സോ വേണം. അല്ലെങ്കിൽ ജിപ്മറിൽ നിങ്ങൾ വിചാരിക്കണത് നിങ്ങൾക്ക് ഇപ്പോൾ നഴ്സിംഗ് കിട്ടണം ജിപ്മറിൽ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, MCC അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം MCCയുടെ അണ്ടറിൽ ജിപ്മർ വരുന്നത് MBBS, BDSൻ്റെ ആണ്. നഴ്സിംഗ് അലൈഡിന് സെപ്പറേറ്റ് അപ്ലിക്കേഷനാണ്. പക്ഷേ നിങ്ങളുടെ നീറ്റ് സ്കോർ വഴി തന്നെയാണ് ഇതിൻ്റെ ഒക്കെ എൻട്രി വരുന്നത്. പക്ഷേ അതിനൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ മനസ്സിലായെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ മനസ്സിലായി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.